ക്രിസ്തു സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച് നവജീവൻ പി.യു. തോമസേട്ടൻ വീണ്ടും ഏവർക്കും മാതൃകയാകുന്നു. ഇത്തവണയും ക്രിസ്മസ് രോഗികളുടെയും നിരാലംബരുടെയും ഇടയിൽ ചെലവഴിച്ചാണ് പി.യു. തോമസേട്ടൻ ക്രിസ്തുവിനെ പകർന്നു നൽകുന്നത്. സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിനിടയിലും പാവങ്ങളെ കൈവിടാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം തങ്ങളെ നിർബന്ധിക്കുന്നതിനാലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്നത്തെ സമ്പന്നര് നാളത്തെ ചിലപ്പോൾ ഒന്നുമില്ലാത്തവരായിരിക്കും. ഇന്നൊന്നുമില്ലാത്തവര് നാളെ പോലെ ദിവസം എല്ലാം ഉള്ളവരായിത്തീരും. 50 വർഷങ്ങളായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒത്തിരി പേരുടെ സഹായങ്ങൾ കൊണ്ട് കാരുണ്യപ്രവർത്തനം ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് പറയുവാൻ ഒത്തിരി സമ്പന്നരൊന്നും ഇല്ലാത്തവരായി ഇന്ന് നവജീവനി വരുന്നത്. ഇച്ചിരി അരിയോ പലവഞ്ചനോ പച്ചക്കറിയോ ഒക്കെ കിട്ടാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നമ്മുടെ അയൽവക്കങ്ങളിൽ ക്യാൻസർ രോഗം, കിഡ്നി രോഗം, മാരകമായ രോഗങ്ങളാൽ ഒരു നേരത്തെ ആഹാരത്തിനോ മരുന്നിനോ മാർഗമില്ലാതെ വിഷമിക്കുന്നവരിന്ന് കേരളത്തിൽ ഒത്തിരിയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയെ പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ആ ബുദ്ധിമുട്ടിൻ്റെ ഒരു വലിയ ഭാഗം നമ്മുടെ നവജീവന് തന്നെയുണ്ട്. നമ്മുടെ നവജീവൻ ഒത്തിരിയേറെ സാമ്പത്തിക പ്രയാസത്തിലാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷ കടന്നു പോകുന്നത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലും നമ്മുടെ ഭക്ഷണ വിതരണത്തിലും രോഗികളെ മറ്റൊത്തിരി തരത്തിൽ നമ്മൾ സഹായിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിലെ അയൽവക്കങ്ങളിലൊക്കെ ഒത്തിരി വിഷമിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അവരെ കാണുവാനും അവരെ സഹായിക്കാനും ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്ക് ഇടയാകണേന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് തലമുറയായിട്ട് ദൈവം നൽകി പരിപാലിക്കുകയും ചെയ്യും.